അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4-ാം ക്ലാസ്സിലെ താരീഖിൻ്റെ രണ്ടാമത്തെ പാഠമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള ആളുകളെ ഇസ്ലാം പറഞ്ഞു കൊടുത്തത് രഹസ്യമായിട്ടായിരുന്നു, അല്ലേ? ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതൊക്കെ രഹസ്യമായിട്ടായിരുന്നു. അങ്ങനെ 3 വർഷം അങ്ങനെ രഹസ്യമായിട്ടാണ് നബി ആളുകൾക്കൊക്കെ ഇസ്ലാം മതത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ 3 വർഷത്തിന് ശേഷമാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാനൊരു കാരണമുണ്ട്. അള്ളാഹു ഒരായത്ത് ഖുർആനിലൂടെ ഇറക്കി, നബി തങ്ങൾക്ക് ഇറക്കി. എന്താണ് ആയത്ത്? വ അൻദിർ അശീറത്തക്കൽ അഖറബീൻ. വ അൻദിർ അശീറത്തക്കൽ അഖറബീൻ. നബിയെ തങ്ങളെ കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകണം. പരലോക ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് കൊടുക്കണം എന്ന ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ഒരു മലയുടെ മുകളിലേക്ക് കുടുംബക്കാരൊക്കെ ക്ഷണിച്ചു. നബിൻ്റെ കുടുംബക്കാരാണ് ഖുറൈശികളായ നബിൻ്റെ കുടുംബക്കാരോട് എല്ലാവരോടും ആ കുന്നിൻ്റെ മുകളിലേക്ക് വരാൻ പറഞ്ഞു. ആ കുന്നിൻ്റെ പേരാണ് സൊഫാ കുന്ന്. ഈ സൊഫാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എല്ലാവരും വിളിച്ചു വന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നബി ചോദിച്ചു, ഈ കുന്നിൻ്റെ അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ സൊഫാ പർവ്വതം കണ്ടില്ലേ? സൊഫാ പർവ്വതത്തിൽ, ആ പർവ്വതത്തിൻ്റെ പേരെന്താണ്? സൊഫാ പർവ്വതം. നബി ചോദിച്ചെന്ത്? ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അപ്പം നബി ചോദിക്കുകയാണ്, ഈ വലിയ മല ഉണ്ടല്ലോ, ആ മലൻ്റെ താഴ്വാരത്തിലൂടെ കുറേ പട്ടാളക്കാർ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. നബിനെ അത്രക്ക് വിശ്വാസമായിരുന്നു അവിടുത്തെ ആളുകൾക്ക്. നബിനെ കുറിച്ച് നമുക്കറിയാലോ, അൽ അമീൻ എന്നാണ് നബിനെ പറ്റി പറഞ്ഞത്, സത്യസന്ധൻ. അത്രയും നല്ല മനുഷ്യനായിരുന്നു നബി തങ്ങളെ കുറിച്ച് ആർക്കും ഒരു വിശ്വാസക്കുറവില്ലായിരുന്നു. നബി തങ്ങൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അപ്പം നബി ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്നാൽ നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ നരകം നിങ്ങൾക്ക് വരാനുണ്ട്. ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തെ തൊട്ട് പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓർക്കെല്ലാവർക്കും ദേഷ്യം പിടിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബൂലഹബ് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു അറിയോ? എടാ മുഹമ്മദ് ജി, ഞങ്ങളെ ഇതിനാണോ ക്ഷണിച്ചത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചു. ആ സംഭവമാണ് ഇതിൽ പറയാൻ പോകുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3 വർഷത്തെ എന്താ രഹസ്യ പ്രബോധനത്തിന് ശേഷം. എന്താ പ്രബോധനം എന്ന് പറഞ്ഞാൽ? പ്രബോധനം എന്ന് പറഞ്ഞാൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ആളുകൾക്ക് ഇസ്ലാമൊക്കെ പറഞ്ഞു കൊടുക്കുക. മുസ്ലിം ആയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, പരലോകത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, അതാണ് പ്രബോധനം എന്ന് പറയുക. അപ്പം രഹസ്യമായിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ശേഷം വ അൻദിർ അശീറത്തക്കൽ അഖറബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്തു? ഈ ആയത്ത് ഇറക്കി. എന്താ ആയത്ത്? വ അൻദിർ അശീറത്തക്കൽ അഖറബീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? തങ്ങളെ കുടുംബത്തിനെ എന്ത് ചെയ്യണം? മുന്നറിയിപ്പ് കൊടുക്കണം. പരലോക ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെക്കുറിച്ചൊക്കെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണ്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ പർവ്വതത്തിൻ്റെ പേര് പഠിച്ചു വെക്കുക. സഫാ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. തങ്ങളെ കുടുംബം നമുക്കറിയാലോ, ഖുറൈശാണ്. അവരെല്ലാവരും വിളി കേട്ട് വന്നു. നബി വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. അവരോട് നബി തങ്ങൾ ചോദിച്ചു, ഈ പർവ്വതത്തിൻ്റെ എന്താ നബി തങ്ങൾ ചോദിച്ചു? പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ, എന്താ താഴ്വര പറഞ്ഞാൽ? ഈ പർവ്വതത്തിൻ്റെ താഴെ ഭാഗം, നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുതിരയിലുണ്ടാവുക, അങ്ങനെ കുതിരപ്പടയാളി സംഘം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം,
വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഞങ്ങളത് ഒരേ സ്വരത്തിൽ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങളത് വിശ്വസിക്കും. കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. അതാണ് പ്രത്യേകത. നബി തങ്ങൾ ഒരു കളവ് പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? നമ്മൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക എന്നാണ് നബി തങ്ങൾ എന്ത് ചെയ്ത് അവരോട് പറഞ്ഞത്. ഇതാണ് കേട്ടപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്ക്. ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂലഹബ്, നബിന്റെ പിതൃവ്യനാണ് ആര്? അബൂലഹബ്. ആ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക അലിഹാദ ജമാഅത്തന. എന്താ പറഞ്ഞ? അറബിയിൽ എന്താ പറഞ്ഞത്? തബ്ബല്ലക അലിഹാദ ജമാഅത്തന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ദേഷ്യം പിടിച്ചു. ആർക്കാ ദേഷ്യം പിടിച്ചത്? അബൂലഹബിന്. അബൂലഹബ് ദേഷ്യം പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അപ്പോൾ തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഏതാണ് സൂറത്ത്? നമ്മൾ പഠിച്ച സൂറത്താണ് അല്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അവരോട് കണ്ടില്ല, അബൂലഹബ് എന്നല്ല ഇതിൽ പറയുന്നത് അല്ലേ? അപ്പൊ നബി തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ് നബിനെ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഈ ചരിത്രം. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം. ഖുറൈശ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ? അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ് നബി തങ്ങൾ അവരോട് ചോദിച്ചത്? ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അപ്പം ഇത് മുഴുവനായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം. പിന്നെ എന്താണ് അവർ മറുപടി പറഞ്ഞത്? എന്താ അവർ മറുപടി പറഞ്ഞത്? ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കും. കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. ഇതുവരെ വേണം, ഇവിടെ മുതൽ ഇവിടം വരെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? ആരെല്ലാം വന്നത്? ഖുറൈശ് ഗോത്രക്കാരെ നബി തങ്ങൾ വിളിച്ചപ്പോൾ ആരെല്ലാം വന്നു? ഇതാ സഫാ പർവ്വതം കയറി തൻ്റെ കുടുംബമായ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. അവർ എല്ലാവരും വിളി കേട്ടു വന്നു. എല്ലാവരും, ഖുറൈശ് ഗോത്രക്കാരെല്ലാവരും. എന്താണ്? ഖുറൈശ് ഗോത്രക്കാർ എല്ലാവരും. പിന്നെ അടുത്തത് ആരാണ് പറഞ്ഞത് എന്നാ പറയേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ? ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതാരാ പറഞ്ഞത്? അബൂലഹബ് അല്ലേ? ഇതവിടെ അബൂലഹബ്. അടുത്ത യോജിച്ചത് ചേർക്കാനാണ്. രഹസ്യ പ്രബോധനം വ അൻദിർ അശീറത്തക പിതൃവ്യൻ തബ്ബത്ത് ഖുറൈശ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള നമുക്കറിയാം. തബ്ബത്ത് യദാ അബീ ലഹബ്, സൂറത്തുൽ മസദ് അല്ലേ? തബ്ബത്താണ് സൂറത്തുൽ മസദ്. അടുത്തത് രഹസ്യ പ്രബോധനം എത്ര വർഷമായിരുന്നു? 3 വർഷം അല്ലേ? രഹസ്യ പ്രബോധനം 3 വർഷം. വന്ദിർ അഷീറത്തക്കൽ അക്രബീൻ. പിന്നെ പിതൃവ്യൻ, ആരാണ് പിതൃവ്യൻ? അബൂലഹബ്. പിന്നെ ഖുറൈശ് ഗോത്രം. ഇനി അടുത്തത് ഓർമ്മ പരിശോധിക്കാം. നമുക്ക് ഓർമ്മ ഉണ്ടോ നോക്കാനാണ്. ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം. നബി തങ്ങൾക്ക് വഹി ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? നമുക്കറിയാലോ അല്ലേ? നബി തങ്ങൾ നബിയായത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിൽ അല്ലേ? ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം നമുക്കറിയില്ലേ? അതൊക്കെ നമ്മൾ 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം 40. ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം എവിടെയാണ്? ഹിറാ ഗുഹ അല്ലേ? ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ. ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ടുപോയ വ്യക്തി. ഖദീജ റളിയല്ലാഹു അൻഹ ഒരാളെടുത്ത് കൊണ്ടുപോയില്ലേ? ആരെടുത്തേക്കാണ്? വറഖത്ത് ബിൻ നൗഫൽ. ഇതൊക്കെ നമ്മൾ 3-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം.